സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് രമണി ചേലാട്ട്. ശീലം പരംഭൂഷണം, അതാകട്ടെ ഇന്നത്തെ സുഭാഷിതം. ജന്മന ഒരുവനും ദുസ്വഭാവിയല്ല, വളർന്നു വരുമ്പോൾ തന്നെ ഒരുവന്റെ സ്വഭാവ രൂപീകരണം നടക്കുന്നു. ഹെറിഡിറ്റി ആൻഡ് എൻവിറോൺമെന്റ് ഒരുവന്റെ സ്വഭാവത്തെ വാർത്തെടുക്കുന്നു. അതായത് പാരമ്പര്യവും സാഹചര്യങ്ങളുമാണ് ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിന്റെ മുഖ്യ ഘടകങ്ങൾ. സംസ്കാരപൂർണമായ കുടുംബ പശ്ചാത്തലമുള്ള ഒരു കുട്ടി അവന്റെ വളർച്ചയിൽ തന്നെ സൽസ്വഭാവിയായി ഭവിക്കുന്നു. എന്നാൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ അവൻ ചിലപ്പോൾ ദുസ്വഭാവിയാകാനും സാധ്യത കൂടുന്നു. സംസർഗജ ദോഷഗുണാഭവന്തി, സംസർഗം കൊണ്ട് ദോഷവും ഗുണവും സംഭവിക്കും. അതിനാൽ നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കേണ്ട കാര്യത്തിൽ നാം അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. ഓരോ വളർന്നുവരുന്ന കുട്ടിക്കും അവന്റെ അച്ഛനമ്മമാരാണ് ആദ്യത്തെ മാതൃകാ വ്യക്തികൾ. കുടുംബബന്ധത്തിൽ അവരുടെ ഇടപെടൽ ഏറെ സ്വാധീനമുള്ളതാണ്. സ്നേഹബന്ധങ്ങളുടെ ആഴം അവർ സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ കണ്ടുവളരുന്നു. അമ്മ വീട്ടിലെ വിളക്കും അച്ഛൻ ആ വിളക്കിലെ എരിയുന്ന തിരിയും ആണല്ലോ. കലാലയങ്ങളിലെത്തുന്ന കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന് അധ്യാപകരുടെ പങ്ക് വളരെ നിർണായകമാണ്. ഗുരുക്കന്മാരോടും മുതിർന്നവരോടുമുള്ള പെരുമാറ്റം ഓരോ വിദ്യാർത്ഥിക്കും ഭയഭക്തി, ബഹുമാനം, സ്നേഹം എന്നീ സമ്മിശ്ര വികാരങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരിക്കണം. ഈ വക മൂല്യങ്ങൾക്ക് ഒട്ടും പ്രാധാന്യം കൽപ്പിക്കാതെയാണ് ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹം പാതിഭാഗവും വളർന്നുവരുന്നത്. ലാളനോ ബഹവോ ദോഷാഹ, താടനോ ബഹവോ ഗുണാഹ എന്നും, മറിച്ച് ലാളനോ ബഹവോ ഗുണാഹ, താടനോ ബഹവോ ദോഷാഹ. ഇരുപ്രകാരത്തിലും അന്വർത്ഥമാകും വിധം ആയിരിക്കണം ഗുരുശിഷ്യ ബന്ധവും. ഇന്ന് പരക്കെ അനാവശ്യമായി കുട്ടികളെ ചൂഷണം ചെയ്യുന്ന വിവിധ വിദ്യാർത്ഥി രാഷ്ട്രീയം, അസന്മാർഗിക ലഹരി വസ്തുക്കളിൽ അവർ കണ്ടെത്തുന്ന ആനന്ദം, മൊബൈൽ തുടങ്ങിയ സാങ്കേതിക ഉപകരണങ്ങളുടെ ദുരുപയോഗം എല്ലാം അവന്റെ ഉത്തമ ഭാവിക്ക് ലക്ഷ്യം കാണാനാകാത്ത വിധം അവനെ അന്ധനാക്കി തിന്മയും അധർമ്മവും നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. അകക്കണ്ണുകൊണ്ട് നല്ലതിനെ കാണാനുള്ള ശേഷി അവനില്ലാതെ പോകുന്നു. വഴിവിട്ട് തെറ്റിലേക്ക് തിരിഞ്ഞു നടക്കുന്ന ഒരുവനെ കണ്ടറിഞ്ഞ് അവനെ നേരായ മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അതിന് സാധ്യമായ നല്ല പങ്കാളികൾ പാരന്റ്സ്, ടീച്ചേഴ്സ് ആൻഡ് റിലേറ്റീവ്സ് തന്നെ. രക്ഷിതാക്കൾ, അധ്യാപകർ, നല്ല സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എല്ലാവരും നമ്മുടെ വെൽവിഷേഴ്സാണ്. അവരുടെ നല്ല ഉപദേശങ്ങൾ നാം ശരിയാവണ്ണം ഉൾക്കൊള്ളണം. അവരുടെയെല്ലാം സത്വജനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ കഴിഞ്ഞാൽ നാം ഒരു ദുശ്ശീലത്തിനും അടിമയാകില്ല. അയോഗ്യഃ പുരുഷഃ നാസ്തി യോജകസ്തത്ര ദുർലഭഃ എന്നതാണ് ശരി. ഈ ലോകത്തിൽ ആരും തന്നെ അയോഗ്യരല്ല, എല്ലാവരും യോഗ്യർ തന്നെ. എന്നാൽ പ്രേരിപ്പിക്കുന്നവന്റെയും മാർഗദർശകന്റെയും അഭാവമാണ് യോഗ്യമല്ലാത്ത ചീത്തത്വങ്ങളിലേക്ക് ഒരുവനെ വഴിതിരിക്കുന്നത്. ഗുണാഹ പൂജാസ്ഥാനം ഗുണിഷു നച ലിംഗം നച വയഃ എന്നാണല്ലോ പ്രമാണം. അതായത് സദ്ഗുണങ്ങൾ സർവദാ ആദരവുള്ളതാകുന്നു. ഗുണവാനായ ഒരാൾ സ്ത്രീയായാലും പുരുഷനായാലും ബാലനായാലും വൃദ്ധനായാലും എല്ലായ്പ്പോഴും പൂജനീയരാണ്. നമുക്കു ചുറ്റും സൽസ്വഭാവമുള്ള സജ്ജനങ്ങളുടെ സംസർഗത്താൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയുമാറാകണം. സൽപ്രവർത്തികൾ നമ്മുടെ മരണം വരെ നമ്മെ പിന്തുടരും. ഹൃദയം സത്യം നിറഞ്ഞതാകണം. എങ്കിൽ തോറ്റുപോകുന്ന നിമിഷത്തിലും ഈശ്വരൻ എന്ന അദൃശ്യശക്തി നമുക്കൊപ്പമുണ്ടാകുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ ശുഭദിനം ആശംസിക്കുന്നു. രമണി ചേലാട്ട് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അവരുടെ ഫോൺ നമ്പർ 9947545221. സുഭാഷിതം.